ചെടികളോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ കർണാടകയിലേക്ക് താമസമാക്കിയപ്പോൾ ഒരു ദിവസം അമ്പലത്തിൽ ദൈവത്തിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും വിളക്കും പൂവും ഒക്കെ ദൈവത്തിന് കൊടുക്കുന്നതായി കണ്ടു. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഒരു പൂവുമില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് 2-3 കാട്ടുപൂവെല്ലാം പറിച്ച് വെച്ച് കൊടുത്തു. അപ്പം ഞാൻ ആലോചിച്ചു, അടുത്ത കൊല്ലമെങ്കിലും ദൈവം വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറിക്കാനുള്ള പൂ വേണമെന്ന്. അങ്ങനെ ഒരു ചെടി വെച്ചു, 2 ചെടി വെച്ചു. ഇടയ്ക്കൊന്ന് കാലൊടിഞ്ഞപ്പോൾ പിന്നെ അതിനെ നോക്കാൻ ആളില്ലാതായി. വെള്ളം കൊടുത്തു, അപ്പോഴേക്കും മഴ വന്നു. പിന്നെ അതിനെ ഒന്നും പരിപാലിക്കാതായി, അതെല്ലാം കുറേ അഴുകിപ്പോയി. ഇപ്പോൾ വീണ്ടും എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണ് മാത്രമായിരുന്നു. അങ്ങനെ ആ മണ്ണൊക്കെ നികത്തി അവിടെയെല്ലാം സിമെൻറ്റ് ഇട്ട് ഉറപ്പിച്ചു. അവിടെ എല്ലാം ഇപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമാക്കി എടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് പോട്ട്സൊക്കെ ഒരുപാട് കൊണ്ടിട്ടുണ്ട്. 10 മണിയിലാണ് ഞാൻ ഹാങ്ങിങ് പോട്ട്സ് കൂടുതലായിട്ടും തയ്യാറാക്കിയിരിക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ വേഗം പടർന്ന് നല്ല പൂക്കളൊക്കെ ഉണ്ടായി അടിപൊളിയായിട്ടുണ്ടാവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു എനിക്കൊരു പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ നട്ട് ഒരു മര്യാദയില്ലാതെ അങ്ങ് നട്ടു. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ വീട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ കുഞ്ഞൊരു മീൻ കുളം അങ്ങ് സെറ്റ് ചെയ്തു. ഇതിനകത്ത് മീനുണ്ട്, പുഴമീനാണ്. നമ്മൾ അക്വേറിയത്തിലെ മീനെ കൊണ്ടിട്ടിട്ട് അതങ്ങോട്ട് ജീവിക്കുന്നില്ല, അതങ്ങ് ചത്ത് പോവുക. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പൂച്ചക്കുട്ടൻ അതിൽ കൈയിട്ട് മീനെ പിടിക്കുന്നതുകൊണ്ടാണ് അതിനകത്തൊരു നെറ്റൊക്കെ ഇട്ടങ്ങ് സെറ്റ് ചെയ്തത്. അങ്ങനെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും തന്ന ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചു. കുറച്ചൊക്കെ നഴ്സറിയിൽ നിന്നും വാങ്ങി. ഇതിൽ ഒട്ടുമിക്ക ചെടികളും നമ്മൾ കാട്ടിലൊക്കെ നോക്കി നമുക്ക് കിട്ടും. പക്ഷേ അതിനോടൊരു ഇഷ്ടം തോന്നിയുകൊണ്ടാണ് ഞാൻ അത് പോട്ടിലാക്കി ഇവിടെ കൊണ്ടുവച്ചത്. എൻ്റെ മണി പ്ലാന്റ് കണ്ടോ, എനിക്ക് റോഡിൽ നിന്ന് കിട്ടിയതേ അവന്. ഇത് വാട്ടർ ലില്ലിയോ അങ്ങനെ എന്താണ്ട് അതിൻ്റെ പേര്. ഇതും ഞാൻ ഒരു പെട്രോൾ പമ്പിൽ പോയപ്പോൾ അവിടെ കിട്ടിയതാണ്. അപ്പോൾ പിന്നെ ഓൺലൈനിൽ നിന്ന് ഇതിൻ്റെ പച്ച വരുത്തിയപ്പോൾ വന്നത് വീണ്ടും അത് തന്നെയാണ്. പിന്നെ ഇത് ഇരിക്കട്ടെ എന്ന് കരുതി, അതിന് ചിലവിനൊന്നും കൊടുക്കണ്ടല്ലോ. ഇത് നമ്മുടെ പഴയ കണ്ണാടി ചെടിയാണ്. ഇതെന്ത് കുന്താണെന്നറിയത്തില്ല. സ്പൈഡർ ലില്ലി. ഇത് വേറൊരു പൂവാണ് ഞാൻ വരുത്തിയത്, പക്ഷെ വന്നത് ഇതാണ്. ഇതും അതേപോലെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയാണ്. ഇതും നഴ്സറിയിൽ നിന്ന് വാങ്ങിയാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നെയാണ്. ഇതെന്തോ ഡെയ്സിന്ന് കണ്ടിയാ. ഇത് ഹൈഡ്രാഞ്ചിയ, അറിയാമല്ലേ. അങ്ങനെ ചട്ടി വട്ടി കൊട്ട എന്ന് പറഞ്ഞ് എല്ലാത്തിലും ഞാൻ ഓരോ ചെടി നട്ടു വെച്ചിട്ടുണ്ട്. എനിക്കതിനൊക്കെ കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൂക്കളോടുള്ള ഇഷ്ടം നേരെ പച്ചക്കറിയിലേക്കും അങ്ങ് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ടയർ പോലും വിടാതെയായി, എല്ലാത്തിലും ഞാൻ നട്ടു തുടങ്ങി. കണ്ട ചെടിച്ചട്ടിയിൽ പയർ നട്ടു വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊരു 10-15 പയർ കിട്ടി കേട്ടോ. ഇപ്പോൾ നട്ടിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മുടെ പനിക്കൂർക്ക പിള്ളേർക്ക് കൊടുക്കുന്നത്. അതിനകത്ത് വെള്ള താമര പിടിക്കും കേട്ടോ, വെള്ള ആമ്പൽ. ഈ ചെടികളെല്ലാം തന്നെ ആ ചെമ്പരത്തി ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ആ ഹൈഡ്രാഞ്ചി ആ നിൽക്കുന്നത് നമ്മുടെ ഇതാണ്, എന്താ ഇൻഡിഗോ ചെടി എന്ന് പറയുമല്ലോ, അതാണ്. കണ്ടോ, എൻ്റെ വഴുതനങ്ങ ചെടികളും മുളകും തക്കാളിയും എല്ലാം എൻ്റെ പച്ചക്കറി കൃഷിയാണ്. ഇത് എന്ത് തക്കാളി വഴുതനയാണെന്നറിയില്ല, പെട്ടെന്ന് അത് പൂവിട്ടു. ഇതാണ് ഇത് ഇൻഡിഗോ ചെടി. ഇത് വയലറ്റ് വഴുതന കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ആദ്യത്തെ വഴുതനയാണ് ഈ ചെടിയിൽ. എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ നട്ടൊരു ചെടിയിലെ വഴുതനങ്ങ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകാതിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് നട്ട് നോക്കണം കേട്ടോ. നട്ടേ അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലാവുള്ളൂ. മുളകൊക്കെ നല്ല ശരിക്ക് പിടിച്ചിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് എന്ന് പറയുമല്ലോ, അത് പാകിയതാണ്. പിന്നെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വരുന്ന എല്ലാവരുടെയും പ്രധാനം ഒന്നീ റബ്ബർ ടാപ്പിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇഞ്ചി കൃഷിയായിരിക്കും. അതുകൊണ്ട് ഞാനും 4 ഇഞ്ചും കൂടി നട്ടു. ഒരു വെണ്ടയും നട്ടു എക്സ്പീരിമെൻ്റൽ പരമായിട്ട്. മുളക് കണ്ടോ, നല്ല പവർഫുൾ മുളകാണ്. ഇത് ഇനി നല്ലപോലെ വരുമ്പോൾ അറിയാം. ഇപ്പോൾ തൽക്കാലം കുരുടി നിൽക്കുകയാണ്, എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ ജൈവ കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കീടനാശിനിയൊന്നും അടിക്കാറില്ല. ഇതറിയാമല്ലോ അല്ലേ, നമ്മുടെ ട്യൂബ്രോസോ, ഇനി എന്താ പേരെന്ന് എനിക്കറിയില്ല, മാല കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ആ ചെടിയായത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അപ്പോൾ ഇരിക്കട്ടെ എന്ന് കരുതി. ഇത് നമ്മുടെ ഹൈഡ്രാഞ്ചി കേട്ടോ, നട്ടിട്ട് ഒരുപാട് വർഷമായി, ഇപ്പോഴാണ് പൂത്തത്. ഇത് ബോൾസം. ഇതും ബോൾസം എന്ന് തോന്നുന്നു, പേരറിയില്ല. ഇതിൽ പല വെറൈറ്റി ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം മാറ്റി നടുന്നതനുസരിച്ച് ഇത്തിരി വെള്ളം കൂടുകയോ കുറയോ ചെയ്ത് അഴുകി പോവുകയാണ്. ഒരു 10-15 കളറെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 4-5 കളർ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ, ആ ഗാർഡൻ ഏരിയയിൽ തന്നെ ഉള്ളൊരു ചാമ്പമരമാണ്. ശരിക്കും പിടിക്കും കേട്ടോ. ശരിക്കും ഇത്തിരി രാസവളമോ വല്ലതും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അടിപൊളിയായിട്ട് പിടിച്ച് കിട്ടും. ഈ ചെടിയും ഹാങ്ങിങ് പോട്ടിൽ വെക്കാൻ നല്ല കേട്ടോ.
ഈ റോസ നാടൻ റോസാണ്, എപ്പോഴും പൂവുണ്ടാവും. ജസ്റ്റ് പൂത്ത് കഴിഞ്ഞാൽ ഒന്ന് വെട്ടി കൊടുത്താൽ മാത്രം മതി. ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയാണേ. ഇവിടെ 150 രൂപയാണ് ഒരു റോസയ്ക്ക്. ഇതും ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ചെമ്പരത്തി തന്നെ ഒരു 8-10 കളർ വാങ്ങി. പക്ഷെ ഓരോരുത്തർക്ക് ഇഷ്ടം തോന്നി ആ ചെടികൾ എൻ്റെ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുപോയി. ഇത് റെയിൻ ലില്ലിയാണ്. ഒരുമിച്ച് പൂത്തപ്പോൾ ഒരു കൗതുകം തോന്നി, അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതാണ്. പുള്ളിക്കാരി പോട്ടിലായിരുന്നു, ഇപ്പം മണ്ണിലായി. ഇത് ഹൈഡ്രാഞ്ചിയുടെ ഫസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. മൊട്ടായിട്ട് പൂക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു സ്റ്റേജിലെടുത്ത ഫോട്ടോസാണ്. പച്ച റോസ കണ്ടിട്ടുണ്ടോ? പച്ച റോസ, അതെ, പച്ച പൂത്തിരിക്കുന്നുണ്ടോ? ഇത് ഡാലിയാണേ. അങ്ങനെ പല വെറൈറ്റിയുള്ള റോസ ഉണ്ട്. ഇരുട്ടത്ത് എടുത്തേണ്ടാണ് വലിയ പവറില്ലാത്തത്. ഇത് ഹൈബ്രിഡാന്ന് പറഞ്ഞ് തന്ന, പക്ഷെ ഭയങ്കര പൊക്കം, എൻ്റെ അത്രയും പൊക്കമായി ആ ചെമ്പരത്തി. പലതരത്തിലുള്ള ജമന്തികളുണ്ട്. ജമന്തി ഒന്നും പൂക്കുന്നില്ല. ആർക്കെങ്കിലും അതിൻ്റെ ഐഡിയയോ പൂക്കാനുള്ള വഴി അറിയാമെന്ന് പറഞ്ഞു തരണേ. ഞാൻ അന്നേരം പറഞ്ഞില്ലേ വെള്ളാമ്പലുണ്ട്, കണ്ടോ വെള്ളാമ്പലിൻ്റെ പൂ. നീലാമ്പലും ഉണ്ട് കേട്ടോ. പക്ഷെ നട്ടിട്ട് 2 പ്രാവശ്യമേ പൂത്തിട്ടുള്ളൂ, പിന്നെ പൂത്തില്ല. ഇപ്പം ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് രണ്ടാമത് റീപോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പടം ഞാൻ അവസാനം കാണിക്കാം. പക്ഷേ ഇലകൾ കുട്ട നിറയുണ്ടെങ്കിലും പൂത്തില്ല. അത് പൂക്കാനും വല്ല വഴിയുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറയണേ. ഇതിനകത്ത് ഇഷ്ടംപോലെ മുട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത്. ടബിനൊന്നും ഭംഗിയില്ലെന്ന് നോക്കണ്ട. സഡനായിട്ട് ഒരു ദിവസം കിട്ടിയപ്പോൾ പിന്നെ അങ്ങോട്ട് മാറ്റി വെച്ച് അത് അഴുക്കി കളയാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ നട്ടം വെച്ചെന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ അപ്പുറത്തെ സൈഡിലെ ഗാർഡൻ ഏരിയ. ഇത് ഇപ്പുറത്തെ സൈഡിലെ ഗാർഡൻ ഏരിയ. ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു ഓൾമോസ്റ്റ് വ്യൂ. ഞാൻ അന്നേരം കാണിച്ചില്ല പഴുത്ത ചാമ്പയ്ക്ക, അതിൻ്റെ ഏർലി സ്റ്റേജ് ആയത്. ഇതാണ് നമ്മുടെ നീലാമ്പൽ. ഇതെന്താണെന്നറിയില്ല കേട്ടോ. ഇത് മധുകാമിനി എന്ന് പറഞ്ഞ ആ ചെടിയാണിത്. ഇത് സ്പൈഡർ ലില്ലി പൂത്തിരിക്കുന്നതാണ്. വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഓരോ ദിവസം ഓരോ പൂവുണ്ടാവും, കുഴപ്പമില്ല. ഇതും റംഗൂൺ ക്രീപ്പർ എന്ന് പറയത്തില്ലേ, അതിൻ്റെ നാടൻ വെറൈറ്റിയാണ്. ശരിക്ക് പൂ പിടിക്കുക. അതിനെ നോക്കി കാണുകയൊന്നും വേണ്ട, അതിൻ്റെ പാട്ടിന് പൂത്തുകൊണ്ട് പൊക്കോളും. പൂത്തങ്ങ് കൊലച്ചങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് അമരൈലസ് ലില്ലി എന്ന് പറയില്ലേ, ആ ചെടിയാട്ടോ. നട്ടുവെച്ചു, നല്ലപോലെ പൂത്തിട്ടുണ്ട്. വന്നവരെല്ലാം ചോദിച്ചു, ഞങ്ങൾക്ക് കടയുണ്ട്, അപ്പം കടയിൽ വരുന്നവരെല്ലാം ചോദിക്കും ഈ ചെടി ഒരെണ്ണം തരുമോ എന്ന്. പിന്നെ ഞാൻ നട്ട എൻ്റെ ഒരു പച്ചക്കറിയാണ് ഈ തക്കാളിക്കുട്ടന്മാർ. ചുമ്മാ അങ്ങോട്ട് എൻ്റെ മോനിട്ടതാണേ. കുറച്ച് വിത്തെടുത്ത് അങ്ങോട്ട് കളഞ്ഞപ്പോഴത്തേക്കും അത് എൻ്റെ പാട്ടിന് പിടിച്ചു വന്നു. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്, 150 രൂപ കൊടുത്ത്. ഇതും അതേപോലെ ഇങ്ങനെ പൂത്തുകൊണ്ടേയിരിക്കും. അതേപോലെ നല്ല നല്ല പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അങ്ങനെ എല്ലാ പൂവിൻ്റെയും ഒരു ചെറിയൊരു ഫോട്ടോ ഇവിടെ കാണിക്കാം. പിന്നെ ഇത് നമ്മുടെ മോർണിംഗ് ഗ്ലോറിയാണേ. ഇതൊരു കാട്ടേടിയാണ്, പക്ഷെ എപ്പോഴും പൂ തരുന്നതുകൊണ്ട് ഞാനത് നട്ടുവെച്ചു, നാട്ടുചെടിയാക്കിയെന്ന് മാത്രം. ഇത് കൃഷ്ണന് ഇഷ്ടപ്പെട്ട പൂവാണെന്ന് പറയുന്നത്, അറിയില്ല അതിനെക്കുറിച്ച്. ഇതൊരു നാടൻ റോസാണ് ഇതും.